ഹായ് എവരിവൺ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് അടുക്കള വേസ്റ്റ് അല്ലേ. അടുക്കള വേസ്റ്റിന് ഒരു വളരെ ലളിതമായ രീതിയിലുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ വളരെ കോസ്റ്റ് കൂടിയ ടൈപ്പിലും നമ്മൾ വേസ്റ്റ് പരിഹരിക്കാറുണ്ട്, അതുപോലെ വളരെ ലോ കോസ്റ്റിലും ചെയ്യാറുണ്ട്. അപ്പം ഇന്നൊരു ലോ കോസ്റ്റിൽ എങ്ങനെ ഒരു വേസ്റ്റ് പരിഹരിക്കാം എന്നാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാണ് ബയോബിൻ എന്ന് പറയും. ഇത് പുറത്ത് വാങ്ങിക്കാൻ കിട്ടുന്നത് 3800 രൂപയാണ് പുറത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ അതിനുള്ള പ്രൈസ് വരുന്നത്. എന്നാൽ നമുക്ക് പഞ്ചായത്തിൽ ഇത് അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും 150 രൂപയ്ക്ക് ഈ ഒരു ഐറ്റം നമുക്ക് കിട്ടും. ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വാങ്ങിയിട്ടുള്ളത്, നമ്മൾ ഓൺലൈനൊന്നല്ല, നമുക്ക് മാർക്കറ്റിൽ വളത്തിൻ്റെ കടകളുണ്ടാവുമല്ലോ, ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇത് കൊക്കോപീറ്റിൻ്റെ ചകിരിച്ചോറാണ് വാങ്ങിയിട്ടുള്ളത്. പാക്ക്ഡ് ആയിട്ടുള്ള ചകിരിച്ചോറാണ്. ഇതൊരു 4 to 5 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. നമുക്കൊരു 250 to 240 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ്. കാരണം ഇതാവുമ്പോൾ നമുക്ക് പാക്ക്ഡായിട്ട് ഒരു 4 to 5 kg വരെ ഇതിനുള്ളിൽ അത്രയും വോയിഡ്സ് ഒന്നും ഇല്ലാതെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഇതാണ് ഒന്നുകൂടെ നല്ലതെന്ന് തോന്നി. ഞാൻ മുൻപ് നമ്മൾ ചാക്കിലുള്ള ഇനോക്കുലം വെച്ച് പരീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അതാവുമ്പോൾ റെഡി ഇനോക്കുലാണ്, നമുക്ക് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മൾ മിക്സ് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഇനോക്കുലത്തിൻ്റെ ഇത് ഒരു ഡപ്പയിലാണ് ഈ ഒരു ഇനോക്കുലത്തിൻ്റെ പൗഡർ വരുന്നത്. ഈ ഒരു പൗഡറിൽ 1/4 മാത്രമാണ് ഇതിലേക്ക് വേണ്ടി നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, ഈ ഒരു ചകിരിച്ചോറിലേക്ക്. അപ്പോൾ അത് മിക്സ് ചെയ്യേണ്ട വിധം ഞാൻ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ്, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇനോക്കുലം വേറെ, ചകിരിച്ചോറ് വേറെ, അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് കുറേ ക്വാണ്ടിറ്റി കിട്ടും. മറ്റേതൊരു ചാക്കിന് നമ്മൾ 200 രൂപ കൊടുത്തിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് അത്ര ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നോട്ട്സ് ഉണ്ട്, എങ്ങനെയാണ് ചേർക്കേണ്ട വിധം എന്നൊക്കെ. ഈ ഒരു ഇനോക്കുലത്തിൻ്റെ പൗഡറിൻ്റെ 1/4 5 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് ആ മിക്സിലേക്കാണ് നമ്മൾ ചകിരിച്ചോറ് ഇട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കേണ്ടത്. നമ്മളിവിടെ 20 ലിറ്ററിൻ്റെ കേട്ടോ ബക്കറ്റ് എടുത്തിട്ടുള്ളത്. 20 ലിറ്ററിൻ്റെ ആദ്യം ഒരു ബക്കറ്റ് എടുത്തു, അതിലേക്ക് മിക്സ് ചെയ്തപ്പോൾ പിന്നെ കുറച്ച് പൊട്ടിച്ചിട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതുകൊണ്ട് നിൽക്കില്ല എന്ന്. അതുകൊണ്ട് വേറൊരു ബക്കറ്റും കൂടെ എടുത്ത് 2 ബക്കറ്റിലായിട്ടാണ് നമ്മൾ ഈ ചകിരിച്ചോറ് മിക്സ് ചെയ്ത് റെഡിയാക്കിയത്. ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് വേറൊരു സ്ഥലത്തിട്ടിട്ട് ഒന്നിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തികയാത്ത വെള്ളം നമ്മൾ 5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് അല്ല മിക്സ് ചെയ്തത്, ആദ്യം കുറച്ച് വെള്ളത്തിലാണ് മിക്സ് ചെയ്തത്. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തപ്പോൾ ഞങ്ങൾ ബക്കറ്റൊക്കെ പിന്നെ ഒഴിവാക്കി കേട്ടോ. കാരണം ബക്കറ്റിലിട്ടിട്ട് ശരിയാവില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് ഒന്നിച്ചിട്ട് അങ്ങോട്ട് ഇട്ടു, സെറ്റാക്കി. അങ്ങനെ നല്ല രീതിയിൽ ഇനോക്കുലും ചകിരിച്ചോറുമായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. കാരണം ഈ ഇനോക്കുലാണ് നമ്മളെ വേസ്റ്റിനെ വളമാക്കി മാറ്റുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്, ഈ ഒരു ബയോബിൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായിട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഈ ഒരു മിക്സ്, ഇനോക്കുലത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് വേസ്റ്റ് കൊട്ടി കൊടുക്കുക, പിന്നെ അതിന് മുകളിലേക്ക് വീണ്ടും ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ലെയറായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മളുടെ വീടും പരിസരം വൃത്തിയാവുകയും ചെയ്യും, നമുക്ക് നല്ലൊരു വളമായിട്ട് ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും, നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല കേട്ടോ. ഇങ്ങനെ 3 ലെയറായിട്ടാണ് നമുക്ക് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഒട്ടും വെള്ളം ഇല്ലാതെയാണ് നമ്മൾ ഇതിലേക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇതാണ് നമ്മളുടെ 2 വർഷം പഴക്കമുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഫില്ലായത് ഏറ്റവും അടിയിലേക്ക് വെച്ച്, എന്നിട്ട് വേറെ ഒരു എംറ്റി ആയിട്ടുള്ള ബോട്ടിൽ ഇതിലേക്ക് വെച്ച്, ഈ 2 ഇപ്പോൾ എംറ്റിയാണ്, ഈ 2 ഇതും എംറ്റിയാണ്. ഏറ്റവും താഴെയുള്ളതാണ് ഇപ്പോൾ ഫില്ലായിട്ടുള്ളത്. അപ്പം നമ്മൾ താഴത്തേക്ക് എടുത്ത് വെച്ചു. ഇനി ഇത് ഫില്ലാവുന്ന സമയത്ത് ഇത് താഴേക്ക് വെക്കും, അപ്പോൾ ഇത് മുകളിലേക്ക് വരും. അപ്പോൾ ഏറ്റവും അടിയിലുള്ളത്
അപ്പോഴത്തേനും വളമായി മാറിയിട്ടുണ്ടാവും. ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട്. വളരെ ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. വളരെ ലളിതമായ രീതിയിൽ അല്ലേ. നമുക്ക് പുറത്തുനിന്ന് ഇത് വാങ്ങിക്കുകയാണെങ്കിൽ 14,000 രൂപ വരും. അത് വളരെ 4,000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നമുക്ക് 150 രൂപയ്ക്ക് കിട്ടാന്ന് പറയുന്നത് വളരെ ഈസി ആയ ഒരു കാര്യമാണ് അല്ലേ. പക്ഷെ നമ്മളതിന് ശ്രമിക്കാൻ വേണം. അപ്പോൾ നമുക്ക് പഞ്ചായത്തിലൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ വാർഡ് മെമ്പർ വഴി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഗ്രാമസഭയിലൊക്കെ പോയി അറ്റൻഡ് ചെയ്ത് എന്നിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 150 രൂപയ്ക്ക് ഈ ഒരു ഐറ്റം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി അത് നമുക്ക് എത്ര വർഷം വേണമെങ്കിലും അത് യൂസ് ചെയ്യാം. ഇത്രയും നല്ലൊരു വളമായിട്ട് നമുക്കിതിന് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതുകൊണ്ടുള്ള ഗുണം. 2 ഗുണമുണ്ട്. നമ്മളുടെ വേസ്റ്റ് പരിഹരിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വളം നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ടോപ്പിക്കായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ അനീഷ കളറക്കൽ.